മച്ചു നമ്മിന്നൊരു സൺസെറ്റ് പിടിക്കാൻ പോണേട്ടാ. നമ്മുടെ കൂടെ റാൽഫും മിൽട്ടനും ആണെന്നുള്ളത്. മാർക്കൊരു കിട്ടില്ല സ്പോട്ട് അറിയാന്ന് പറഞ്ഞു. നമ്മ എപ്പോഴും കടമക്കുടിക്കാണ് സൺസെറ്റ് പിടിക്കാൻ പോകാറുള്ളത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മ ദേവസമ്പാടാണ് പോണത്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് നമുക്ക് നമ്മുടെ സ്പോട്ടിലൂടെ നടക്കാനുണ്ട്. പക്ഷെ പോണ വഴി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരു കിടിലം മഴ കിട്ടി. എന്തോ ഭാഗ്യത്തിന് നമുക്ക് അവിടെ തന്നെ ആയിട്ട് ഒരു മാടം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. നമ്മ അതിനകത്ത് കയറി സേഫായി. മഴ കഴിഞ്ഞ് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്റെ പൊന്നു ഒരു കിഡില്ല മഴയില്ലേ. നേരെ കണ്ടപടി തന്നെ ഞാൻ കുറെ അഞ്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ സ്പോട്ടിലോട്ട് പിന്നെയും വെച്ചു പിടിച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് ഫുള്ള് ഇതുപോലത്തെ റൂട്ടാണ്. ആദ്യമൊക്കെ ചെറുതായിട്ടൊന്ന് പേടിയുണ്ടാകുന്ന, പക്ഷെ ഇതിൽ കൂടിയൊക്കെ ആൾക്കാർ പോവാറുള്ളതാണ് സ്ഥിരമായിട്ട്. അതാണ് ധൈര്യമായിട്ട് തന്നെ പോവാം നമുക്ക്. നമ്മ ഒരു സ്ഥലത്ത് എത്തിക്കുന്നപ്പോ അവിടെ കുറച്ച് ചേട്ടന്മാരെ കണ്ട്. അവരവിടെ വല വീശി മീനെ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. കണ്ടപ്പോ ഇച്ചിരി ടെററായിട്ട് തോന്നിയെങ്കിലും അവർ ഇങ്ങാട് ഒന്ന് സംസാരിച്ച് പെട്ടെന്ന് കമ്പനിയായി. ഞാൻ വിചാരിച്ചില്ല ഈ ചേട്ടന്മാരൊക്കെ ഇത്ര വൈബാണ്. ഇവർ ഇങ്ങാട് വന്നിട്ട് ഓരോ വിശേഷങ്ങളും ചോദിക്കലും വീഡിയോ എടുക്കണപ്പോ ഒരു മീനൊക്കെ പൊക്കി കാണിച്ചു തന്നു. വല വീശണേട്ടൻ ഒരു 5 പ്രാവശ്യം എനിക്ക് വീഡിയോന് വേണ്ടി വലയൊക്കെ വീശി കാണിച്ചു തന്നു. ചേട്ടന്റെ ഓരോ വല വീശലിനും മീൻ കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഫൈനലി നമ്മുടെ റാൽഫും മിൽട്ടനും പറഞ്ഞ പോലെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ട് കൊള്ളാട്ടാ. നേരെ ഒരു ഓപ്പൺ ഏരിയ, നമുക്ക് കിടലനായിട്ട് സൺസെറ്റ് കിട്ടും. പിന്നെ നമ്മുടെ ചേട്ടന്മാര് അവിടെ നിന്ന് മീൻ പിടിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വന്ന് അവരുടെ വഞ്ചി നമ്മുടെ അടുത്തായിരുന്നു. ഞാൻ അവിടെ വന്ന് കുറച്ച് ആംഗിളൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് സൺസെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ അവിടെ ഇരുന്ന് 2 ട്രാക്കൊക്കെ കേട്ട് ശാന്തിയായിട്ട് ഇരുന്നതിനപ്പോ പയ്യെ ഗോൾഡൻ ഉള്ളിലോട്ട് കയറി. ഞാൻ ചുമ്മാ ഫോൺ വെച്ച് നോക്കുമ്പോ എവിടെ വെച്ചാലും ഫ്രെയിം, എങ്ങനെ നോക്കിയാലും ഫ്രെയിം വന്നേക്കണ്. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടൊരു ചേട്ടൻ നമ്മുടെ സണ്ണിന്റെ നേരെ തന്നെ ആയിട്ട് ഒരു വഞ്ചിക്ക് പോകുന്ന ഒരു സാധനം. പുള്ളി ആണെങ്കിൽ തൊട്ടടുത്ത് വന്നിട്ട് ഫ്രെയിം എടുത്തിട്ട് തന്നെ ഞാനെല്ലാം കവർ ചെയ്ത്. ഞാൻ അവര് മീനും പാക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തെങ്കിലും ഭയങ്കരമായിട്ട് ഞങ്ങൾ കമ്പനിയായി ചേട്ടന്മാരായിട്ട്. പിന്നെ പയ്യെ അവിടെ നിന്ന് തെറിക്കാനുള്ള സെറ്റപ്പായി. റിട്ടേൺ തിരിച്ചു ഇതുപോലെ തന്നെ നടക്കാനുണ്ട്. അപ്പൊ ഇരുട്ടാവണതിന് മുമ്പ് തന്നെ വെച്ച് പിടിക്കണം. ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ തെറിച്ച് പോയപ്പോ കിട്ടിയോ അതേ ട്രിപ്പ് തന്നെ തിരിച്ചു വന്നപ്പോഴും കറക്റ്റ് ഞങ്ങൾ ഒരു മാടത്തിന്റെ അടുത്ത് എത്തിയപ്പോ അടുത്ത മഴ. തിരിച്ചു പോകുമ്പോ മച്ചു ഇന്ന് സൺഡേ, നാളെ വർക്കിന് പോണോലാന്നുള്ളൊരു സാഡ് ഉണ്ട്. പക്ഷെ അതിലുപരി ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സൺസെറ്റ് എനിക്കിന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ തിരിച്ചു പോയത്.